വിഭാഗത്തുള്ള തന്നെയാണോ? ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. എന്തെങ്കിലും ഈ സുരക്ഷാ മുൻകരുതലൊക്കെ ഇതിലെ പോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരു സുരക്ഷയും ഇല്ല ഇവിടെ. ഈ സുരക്ഷയില്ലാത്തത് കൊണ്ടാണല്ലോ ഇത്ര അധികം മരണങ്ങൾ സംഭവിക്കുന്നത്. ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഇവരുടെ ആളുകൾ തന്നെ എത്രയോ. ഒരു സേഫ്റ്റി എന്ന് പറയണത്, സേഫ്റ്റി ബെൽറ്റ് മേത്തിട്ടുകൊണ്ട് സേഫ്റ്റി ആവില്ല. അത് ഏതെങ്കിലും ഭാഗത്ത് ഹുക്ക് ചെയ്താൽ മാത്രമേ സേഫ്റ്റി ആവുള്ളൂ. ഒരു സേഫ്റ്റി പോലും ഇല്ലാതെ, ഒരു സേഫ്റ്റി ഓഫീസറുടെ മേൽനോട്ടം പോലും ഇല്ലാതെ ഇവിടെ ഇത്രയും വലിയ വർക്ക് നടക്കുന്നത്. ഇവിടെ ഒരു സേഫ്റ്റി ഓഫീസർമാർ ഞങ്ങൾ കാണാറില്ല. ഇവർ സാധാരണ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ രാവിലെ എല്ലാ സ്റ്റാഫിനെയും വിളിച്ച് ഒരു സേഫ്റ്റി ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് പാസ്സാകണം. ഇതൊക്കെ ഒരുപാടുള്ളതാണ്. ഇതൊന്നുമില്ല. ഇതിപ്പോ ഞാൻ ഇന്ന് പണി ചോദിച്ചാൽ എന്നെ അങ്ങോട്ട് കയറ്റിയാണ്. എനിക്ക് സേഫ്റ്റി ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. ആൾക്കാരാണ്. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് ഇന്ത്യക്കാർ അവിടെ അങ്ങോട്ട് കിട്ടുമ്പോൾ ആൾക്കാർ കയറി. എടാ നീ എന്താ ഇവിടെ? ഞാൻ ഇന്നലെ കയറി. ഇതാണ് അവർ പറയുന്ന മറുപടി. ഇവർ ഹിന്ദിക്കാരനായ മാത്രം മതി, മലയാളികൾ അവർ എടുക്കുകയില്ല. ഹിന്ദിക്കാരായ മാത്രം മതി. എന്നിട്ട് ഒരു സേഫ്റ്റി ഇല്ലാതെ ഈ കാണാവുന്ന ഇപ്പൊ കഴിഞ്ഞ അല്ലമീന്റെ അവിടെ ഞങ്ങൾ കണ്ടു നിൽക്കുകയാണ്. മേത്ത് വീണിട്ട് അവന്റെ ഇവിടെ കൂടിയൊക്കെ കമ്പി കയറി തലച്ചോറ് പുറത്തുപോയി. കാരണം അവന് ഹുക്കിട്ടിരുന്നെങ്കിൽ അവൻ വീഴിയല്ല. എന്നിട്ട് ഒരു കമ്പിയിൽ അവനെ കൊങ്ങാക്കി കയറിയിട്ട് കോർത്ത് കിടക്കണതാണ്. അത് എന്നിട്ട് കൊണ്ടുപോകുമ്പോ ഈ കൊണ്ടുപോയ മരിച്ച ആൾക്കാരുടെ റിപ്പോർട്ടാ ഒരിടവും ആരും പറയണമില്ല. എത്രയോ പേര് ഇപ്പൊ ഞങ്ങളുടെ അറിവാണ്, സാക്ഷികളല്ല. ഈ ഫില്ലറിനകത്ത് ഇവരെ അടിയിലെ ഫില്ലറുണ്ട്, അതിനകത്ത് പോയി ഒരുപാട് പേര് സ്റ്റാഫ് ഭരിച്ചിട്ടുണ്ടാവണം. അത് അവരാരും തിരിച്ചെടുക്കാനും പറ്റിയല്ല. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഇവിടെ താഴെ കൂടി വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ട് തന്നെയാണോ മുകളിൽ വാഹനങ്ങൾ ഇത് കയറ്റാൻ നേരത്ത് മാത്രം അവർ തടയും. അത് ഇപ്പൊ ഇത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കയറ്റി മുകളിൽ വന്നു കഴിയുമ്പോൾ വാഹനം വിടും. ആ സാധനം ഉറപ്പിക്കുന്നതിന് സമയത്തായാലും തെന്നി താഴത്തേക്ക് പോരാ. ഇത് മനുഷ്യൻ ക്ഷമ കേട്ട 3 മണിക്കൂർ കിടന്നിട്ടായിരിക്കും കിട്ടുന്നത്. ആ സമയത്ത് കടന്നൽ കൂട്ടം പോലെയാണ് വാഹനങ്ങൾ പോകുന്നതും. ഇവിടെ അതിനുള്ള ഒരു മാർഗമൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. പറയുന്നുണ്ട് വണ്ടികളിലോട് വാഹനങ്ങളൊക്കെ തിരിച്ചു വേണം. ഇവിടെ വാഹനത്തിന് ഒരു നിയന്ത്രണം കണ്ടതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. നമ്മൾ രാവിലെ മുതൽ ഇവിടെ നിന്ന് കേൾക്കുന്ന ഒരു കാര്യം ഈ സുരക്ഷാ വീഴ്ചകൾ സംബന്ധിയായ കാര്യങ്ങൾ തന്നെയാണ്. കാരണം കൃത്യമായ ഒരു ഇടപെടലോ കാര്യങ്ങളോ ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതാ ലൈറ്റ് കണ്ട, ഇതാ നോക്കാം. ആ ഒരൊറ്റ ലൈറ്റിനാണ് ഈ നൈറ്റിലെ പണി നടക്കുന്നത്. ഇവര് മുകളിൽ ശ്രദ്ധിക്കുക, താഴെ ശ്രദ്ധിക്കുമോ? നേരത്തെയും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കാരണം പരിമിതമായ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതാണ്. അത് സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം വളരെ തികച്ചും പരിമിതമായ ഒരു സാഹചര്യത്തിലായി വെളിച്ച വിധാനം മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് ആളുകൾ കഴിഞ്ഞ കുറെ നേരമായി നമ്മളോട് സംസാരിക്കുന്നത് എല്ലാവരും ഇത് തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കാനോ ആ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നേരത്തെ ഇവിടെ പരിസരവാസി സൂചിപ്പിച്ചതുപോലെ ഞാൻ മടങ്ങിയെത്താം. എന്തായാലും സർക്കാർ തലത്തിൽ ഇതിലുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ നടപടികളെ കുറിച്ചുകൂടി നമുക്കൊന്ന് നോക്കിവരാം. പൊതുമരാമത്ത് സെക്രട്ടറിയോട് ഈ അപകടത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് സെക്രട്ടറി ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം ആവശ്യപ്പെടും. അരുൺ വിശദാംശങ്ങൾ നൽകും. അരുൺ, അപകടമുണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നതും അല്ലെങ്കിൽ വിശദീകരണങ്ങൾ വരുന്നതുമൊക്കെ. ഈ നാട്ടുകാർ പറയുന്ന പരാതിയൊന്നും ആരും കേട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സർക്കാർ ഏത് തരത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റേതാണ് ഇടപെടൽ. പൊതുമരാമത്ത് സെക്രട്ടറിയോട് അപകടമുണ്ടായ പശ്ചാത്തലമാണ് മന്ത്രി ചോദിച്ചിട്ടുള്ളത്. അടിയന്തരമായ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനമാണ്. അതുകൊണ്ട് പൊതുമരാമത്ത് സെക്രട്ടറി ദേശീയപാത അതോറിറ്റിയുടെ ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെടും. അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടി മന്ത്രിക്ക് നൽകുകയും ഈ അപകടങ്ങൾ അടിക്കടി ഇത്തരം അപകടം ഉണ്ടാകുന്ന വലിയ ആശങ്കയുണ്ടാകും. നേരത്തെ കേന്ദ്ര മന്ത്രി കണ്ടപ്പോഴുമൊക്കെ സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണത്തിലുണ്ടാകുന്ന അപകടങ്ങൾ, അതിൽ ദേശീയപാത നിർമ്മാണ കമ്പനികളുടെ വീഴ്ചയൊക്കെ സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും അപകടമുണ്ടാവുകയാണ്. ഇക്കാര്യത്തിൽ കടുത്ത നടപടി വേണമെന്ന ആവശ്യമാകും സംസ്ഥാനം ദേശീയപാത അതോറിറ്റിയോട് ഉന്നയിക്കുക. അരുണാണ് വിവരങ്ങൾ നൽകിയത്. പൊതുമരാമത്ത് മന്ത്രി പൊതുമരാമത്ത് സെക്രട്ടറിയോടാണ് ഇപ്പോൾ ഇത് വിവരം അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് വിശദീകരണം സെക്രട്ടറി ആയിരിക്കും തേടുക. ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇതിപ്പോൾ ഈ ആലപ്പുഴ എറണാകുളം ദേശീയപാതയിലെ യാത്ര അല്ലെങ്കിൽ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. പണി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി അവിടെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്.
ഇതെപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്ന ഒരു അപകടമായിരുന്നു എന്നതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ ഗതാഗതം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എത്രത്തോളം ബുദ്ധിമുട്ട് ആ രീതിയിൽ അവിടെ അനുഭവപ്പെടുന്നുണ്ട്? ശ്രീജ, ഇപ്പോൾ ഈ ദേശീയപാത അതിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, എറണാകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അരൂക്കുറ്റി വഴി തിരിഞ്ഞ് പോകണം. എന്നിട്ട് പിന്നീട് അടുത്ത ഡിവിഷനിൽ ഇവിടേക്ക് ദേശീയപാതയിലേക്ക് തിരിച്ചു കയറണം. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ആലപ്പുഴ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ എക്സ്റേ ജംഗ്ഷനിൽ നിന്നാണ് തിരിച്ചുവിടുന്നത്. ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ നിന്ന് തിരിച്ചുവിട്ടതിന് ശേഷം ഈ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് അടുത്ത അവർ ഒരു നിർദ്ദേശങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. വീണ്ടും കറങ്ങി ഇതിലേക്ക് വരണം. അപ്പം തിരിയേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ചേർത്തല എക്സ്റേ ജംഗ്ഷൻ ആ ഭാഗത്തു നിന്നാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. എറണാകുളം ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ അരൂക്കുറ്റി ഫെറി അവിടെ നിന്ന് തിരിച്ചുവിടുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്ന് വാഹനം നീക്കം ചെയ്തു, അപകടത്തിൽപ്പെട്ട വാഹനം നീക്കം ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഗർഡർ ഇപ്പോൾ അത് നീക്കുന്ന ജോലിയിലേക്കെല്ലാം കടന്നപ്പോൾ ഭാഗികമായി ഇതിന്റെ ഒരു ഗതാഗത സംവിധാനം പഴയതുപോലെ തന്നെ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഈ പരിമിതമായ രീതിയിലേക്ക് നിയന്ത്രണങ്ങളോടൊരു വാഹനം കടത്തിവിട്ടു തുടങ്ങി. ഇത് പൂർണ്ണമാകുമ്പോഴേക്കും വൈകാതെ ഈ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് കടന്നു പോകാനായിട്ടെല്ലാം തന്നെ സാധിക്കുകയും ചെയ്യും. അതിനുശേഷം വാഹനങ്ങൾ കൂടുതൽ ഈ ഭാഗത്തേക്ക് തന്നെ കടത്തിവിടുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ഭാരവാഹനങ്ങളടക്കം ഇവിടേക്ക് വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു കൂടുതലും വാഹനങ്ങൾ ആ ഒരു നിയന്ത്രണം മാറ്റുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ നിർദ്ദേശങ്ങളോടുകൂടി തന്നെ വാഹനങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ കടന്നു വന്ന് തുടങ്ങുന്നുണ്ട്. ഒരുപക്ഷെ അത് പഴയ ആ നിയന്ത്രണം നീക്കിയിട്ടുണ്ട് എന്ന ഒരു സൂചനയുണ്ട്. അത് ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്രമീകരണം ഇതാണ്. ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ എക്സ്റേ ജംഗ്ഷനിൽ നിന്ന് തിരിയുക, എറണാകുളത്ത് നിന്ന് വരുമ്പോൾ അരൂക്കുറ്റി ഫെറി അവിടെ നിന്ന് വാഹനങ്ങൾ തിരിഞ്ഞു പോവുക എന്നതാണ് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഏതായാലും നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ വലിയ ദുഷ്കരമാണ് ഇതിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നതെല്ലാം തന്നെ. കാരണം നേരത്തെ ഈ ഭാഗത്തൂടെ പോകുമ്പോൾ വാഹന ഗതാഗത കുരുക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ആശങ്ക നമ്മൾ ഇതിലെ കടന്നു പോകുമ്പോൾ അനുഭവപ്പെടുന്നത് എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള ഒരു അപകടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു തോന്നൽ എല്ലാവരും തന്നെയുണ്ട്. നമുക്ക് കാണാം, കടന്നു പോകുമ്പോൾ നമുക്ക് മുകളിൽ ഗർഡറുകളും കാര്യങ്ങളും എല്ലാം തന്നെ സ്വതവേ ഇതിലെ കടന്നു പോകുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഇത്. എത്ര കണ്ട സുരക്ഷിതമാണ്, നമ്മളിതിലെ കടന്നു പോകുമ്പോൾ ഈ യാത്ര എത്ര കണ്ട സുരക്ഷിതമാണ്, കുഴപ്പമുണ്ടാവില്ല എന്നെല്ലാം തന്നെ ഒരു തോന്നൽ മനസ്സിലുണ്ടാകും. പക്ഷേ പലപ്പോഴുമായിട്ട് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇവരുടെ ജീവനക്കാർ തന്നെ പലപ്പോഴും അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ നാട്ടുകാരെല്ലാം അത് തന്നെയാണ് പറയുന്നത്. പലപ്പോഴും ജീവനക്കാർ അപകടത്തിൽപ്പെട്ട മരിക്കുന്ന സംഭവങ്ങൾ, അത് ചിലപ്പോൾ അപകട മരണങ്ങൾ എന്ന രീതിയിൽ തന്നെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഒരു കണക്ക് വലുത് തന്നെയാണ്. ഇപ്പോൾ ഇത് നമുക്ക് പ്രത്യക്ഷമാവുന്ന രീതിയിലേക്ക് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരും സമയത്ത് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പരിസരം അദ്ദേഹം നോക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഏതായാലും ഉന്നതരായ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത് സംബന്ധിച്ച് സർക്കാർ തലത്തിലുള്ള ഒരു അന്വേഷണം, അതിന്റെ ഒരു പ്രാഥമികമായ നടപടികളും വിലയിരുത്തലുകളും എല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കം ഇവിടേക്ക് വരുന്ന ഈ സ്ഥലം, അപകടമുണ്ടായ ഈ സ്ഥലം അദ്ദേഹം സന്ദർശിക്കുകയാണ്. പ്രധാനമായും തന്നെ ഈ പരിസരത്തുള്ളവർ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഈ ഇവിടെയുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവമാണ്. വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അവർ പറയുന്നു. നേരത്തെ